എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ജോഗ്രഫി ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ജോഗ്രഫി ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിവിധ കാലാവസ്ഥാ മേഖലകളെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 8 കാലാവസ്ഥാ മേഖലകളാണ് ലോകത്ത് പ്രധാനമായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കാലാവസ്ഥാ മേഖലയായിട്ടുള്ള ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, അപ്പോൾ നിങ്ങൾ ഏത് കാലാവസ്ഥാ മേഖല പഠിക്കുകയാണെങ്കിലും അതിൻ്റെ അക്ഷാംശീയ സ്ഥാനം അത് എവിടെയാണ്, ലോകത്ത് എവിടെയാണ് വരുന്നത്, അതുപോലെ തന്നെ അവിടുത്തെ സസ്യജന്തുജാലങ്ങൾ ഏതൊക്കെയാണ്, അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നിങ്ങൾ അങ്ങനെ വേണം അതിനെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഭൂമധ്യരേഖ ചിത്രം 2.1 ശ്രദ്ധിക്കൂ. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വസിക്കുന്ന പിഗ്മി ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ജീവിത രീതി സൂചിപ്പിക്കുന്നതാണത്. അതായത് ചിത്രം 2.1 കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, അതായത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കാണാം അല്ലേ. ഈ പറയുന്ന അവരുടെ കുടിലുകളൊക്കെ നോക്കൂ അല്ലേ. അവരെങ്ങനെ ഇലകൾ കൊണ്ടൊക്കെയാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, അവരുടെ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ വസ്ത്രധാരണ രീതിയൊക്കെ വളരെ വ്യത്യസ്തമാണ് അല്ലേ. എന്തായാലും ഈ ഭൂമധ്യരേഖ കാലാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗമാണ് പിഗ്മി എന്ന് പറയുന്നത്. എന്ന് കരുതിയിട്ട് ഈ ഗോത്ര വിഭാഗക്കാർ മാത്രമാണോ അവിടെ ഉള്ളത്, അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഈ പറയുന്ന അവിടെ കാണപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു ഗോത്ര വിഭാഗം പിഗ്മിയാണെന്ന് മാത്രമേ ഉള്ളൂ. അതുമാത്രമൊന്നുമല്ല, അല്ലാത്ത മോഡേൺ ലൈഫ്, ആധുനിക ജീവിത രീതികൾ പിന്തുടരുന്ന ആളുകളൊക്കെ ഈ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിഗ്മി ഗോത്ര വിഭാഗം ഏത് കാലാവസ്ഥാ മേഖലയിലാണ് കാണപ്പെടുന്നത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലാണ് കാണപ്പെടുന്നത് നോക്കാം. ഓക്കെ, ഇനി നമുക്കിനി പ്രധാനമായിട്ടും ഭൂമധ്യരേഖ കാലാവസ്ഥ എവിടെയാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണിത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണിത്. അതായത് ഭൂമിയെ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. അതിൻ്റെ വടക്ക് ഒരു 10 ഡിഗ്രിയിലും അതുപോലെ തന്നെ തെക്ക് ഒരു 10 ഡിഗ്രിയും അക്ഷാംശവും എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഉള്ളതാണ് ഏതെന്ന് പറയുന്നത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി അക്ഷാംശങ്ങളിൽ കാണപ്പെടുന്ന വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണ് ഏതെന്ന് പറയുന്നത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. ഇനി ഭൂപടം ചിത്രം 3.3 നിരീക്ഷിച്ച് ഈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിത്രം 3.3 എന്ന് പറയാൻ മൂന്നാമത്തെ പാഠത്തിനകത്ത് വരുന്ന മൂന്നാമത്തെ ചിത്രമാണ്. നമ്മുടെ ഈ പാഠത്തിനകത്തല്ല ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ ചിത്രം കൊടുത്തിട്ടുള്ളത്, അത് മൂന്നാമത്തെ പാഠത്തിനകത്താണ്. അപ്പോൾ നമുക്ക് ചിത്രം 3.3 മൂന്നാമത്തെ പാഠത്തിൽ പോയിട്ടൊന്ന് നമുക്ക് തപ്പി നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 43ാമത്തെ പേജിലാണ് എനിക്ക് തോന്നുന്നത്. ഏത് പേജിലാണ് നമ്മൾ വായിച്ചത്? 37ാമത്തെ പേജിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ ചിത്രം കാണാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്നാമത്തെ പാഠത്തിലേക്ക് നോക്കാം. മൂന്നാമത്തെ പാഠം എടുത്തു കഴിഞ്ഞാൽ, അതായത് പേജ് നമ്പർ 59ലാണ് അത് കൊടുത്തിട്ടുള്ളത്. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയുടെ ചിത്രം കാണാനായിട്ട് സാധിക്കും. അപ്പം ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വരച്ച് നോക്കുകയാണെങ്കിൽ ഇതാ ഈ പറയുന്ന 0 ഡിഗ്രി അക്ഷാംശ രേഖ നിങ്ങൾക്ക് കാണാം. ഈ 0 ഡിഗ്രി അക്ഷാംശ രേഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭൂമധ്യരേഖ. പിന്നെ അതിനോട് ഇവിടെ ഈ ചുവപ്പ് നിറത്തിൽ കുറച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ചുവപ്പ് നിറത്തിൽ കുറച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണ് അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ? നോക്കൂ. ഇതാ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളൊക്കെയാണ് ഈ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വരുന്നത്. അത് എങ്ങനെയാണ് നമ്മൾ നോക്കുക? ഇവിടെ ഭൂമധ്യരേഖ 0 ഡിഗ്രിയാണെന്ന് പറഞ്ഞു അല്ലേ. ഇനി 10 ഡിഗ്രി 10 ഡിഗ്രി വടക്ക്, 10 ഡിഗ്രി വടക്കിലും നമുക്കിങ്ങനെ കറക്റ്റ് ഇതിലായിരിക്കും. 10 ഡിഗ്രി വടക്കിലും ഇതാണ് 10 ഡിഗ്രി വടക്ക്. അതുപോലെ തന്നെ 10 ഡിഗ്രി തെക്കിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന പ്രദേശങ്ങളാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ്? അത് 3 വൻകരകൾ അതിൽ വരുന്നുണ്ട്. തെക്കേ അമേരിക്ക വരുന്നുണ്ട്, ആഫ്രിക്ക വരുന്നുണ്ട്, ഏഷ്യ വരുന്നുണ്ട്. തെക്കേ അമേരിക്കയിൽ ആമസോൺ തടമാണ് ഈ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ആമസോൺ തടമാണ് ഏതെന്ന് പറയുന്നത്, ആമസോൺ തടമാണ് ഉൾപ്പെടുന്നത്. ആഫ്രിക്കയിൽ നിന്ന് മധ്യ ആഫ്രിക്കയാണ് വരുന്നത്. പിന്നെ
തെക്ക് കിഴക്കൻ ഏഷ്യ, അതായത് ഏഷ്യയിൽ നിന്ന് തെക്ക് കിഴക്കൻ ഏഷ്യ, ഇതാ ഈ ഭാഗങ്ങളാണ്, ഈ റെഡ് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങളാണ് വരുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് ഏതൊക്കെ ഭാഗങ്ങളാണ് ഉൾപ്പെടുന്നത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം ആമസോൺ തടം എഴുതാം, മധ്യ ആഫ്രിക്ക എഴുതാം, തെക്ക് കിഴക്കൻ ഏഷ്യ എഴുതാം. ഓക്കെ, അപ്പം 3 വൻകരകൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. തെക്കേ അമേരിക്കയും ആഫ്രിക്കയും ഏഷ്യയും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ എന്തായിരിക്കും, ഒരേ കാലാവസ്ഥയായിരിക്കും. ഈ റെഡിൽ അടയാളപ്പെടുത്തിയ, ചുവപ്പിൽ അടയാളപ്പെടുത്തിയ സ്ഥലത്തൊക്കെ ഒരേ സവിശേഷതകളുള്ള കാലാവസ്ഥയാണ് വരുന്നത്. മനസ്സിലായോ? എന്നാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഈ കാലാവസ്ഥയാണോ ഉള്ളത്? അല്ല. എവിടെ മാത്രമാണുള്ളത്? ഈ 0 ഡിഗ്രിക്കും 10 ഡിഗ്രി വടക്കിനും 10 ഡിഗ്രി തെക്കിനും ഇടയിൽ മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പാഠത്തിൻ്റെ ഭാഗത്തിലേക്ക് പോവാം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ, അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നത് 3-ാമത്തെ പാഠത്തിലാണ്. ഇവിടെ ചിത്രം 3.3 നോക്കിയാലാണ് ഇത് മനസ്സിലാവുക എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രദേശങ്ങൾ എഴുതാലോ. ആമസോൺ തടം, പിന്നെ അതുപോലെ തന്നെ മധ്യ ആഫ്രിക്ക, തെക്ക് കിഴക്കൻ ഏഷ്യ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ എഴുതി വെക്കാവുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത്. ഇനി ഇവിടുത്തെ പ്രത്യേകതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ഈ മേഖലയുടെ സവിശേഷത. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ എന്താണ്, ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്ന പ്രദേശങ്ങളാണ് എല്ലാ ദിവസവും. അതായത് നമുക്ക് സൂര്യനെ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ സൂര്യനിൽ നിന്ന് കുത്തനെ സൂര്യരശ്മികൾ പതിക്കുന്ന സ്ഥലങ്ങളാണിത്. അതായത് വളരെയധികം ഭൂമിയിൽ വർഷം മുഴുവൻ ഉയർന്ന താപനില ലഭിക്കുന്ന സ്ഥലമാണ്. വളരെയധികം താപനില, ചൂട് വളരെ കൂടിയ സ്ഥലങ്ങളാണ്. മാത്രമല്ല ഇവിടെ വളരെ ഉയർന്ന തോതിലുള്ള മഴയും ഈ മേഖലയുടെ സവിശേഷതയാണ്. നമ്മൾ അവസാനത്തെ പാഠത്തിനകത്ത് അവസാനം പഠിച്ചിട്ടുണ്ടായിരുന്നു, സംവഹന വൃഷ്ടി എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെയധികം ചൂട് ലഭിക്കുകയും വളരെയധികം നല്ല ജലാശയങ്ങളുമുള്ള സ്ഥലങ്ങളിൽ എന്തുണ്ടായിരിക്കും, പകൽ സമയം ചൂട് തട്ടിയിട്ട് അവിടുത്തെ വായുവും അതുപോലെ തന്നെ ജലാംശവും ഒക്കെ മേലോട്ടേക്ക് ഉയർന്നു പോവുകയും അത് ഘനീകരണം സംഭവിക്കുകയും അവിടുത്തെ മേഘങ്ങൾ ഉണ്ടാക്കുകയും ഉച്ചയ്ക്ക് ശേഷം, അതായത് ഏകദേശം വൈകുന്നേര സമയത്ത് മഴ പെയ്യുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംവഹന വൃഷ്ടി അല്ലെങ്കിൽ 4 മണി മഴ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ 2 കാര്യങ്ങളുണ്ടെങ്കിലാണ് ഇത് സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഉയർന്ന താപനിലയും വേണം, അതുമാത്രമല്ല എന്ത് വേണം, അവിടെ ജലാശയങ്ങളും കൂടി വേണം. ഇത് രണ്ടുമുള്ള സ്ഥലമാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. അപ്പോൾ നിങ്ങളിവിടെ ഒരു പ്രത്യേകതയാണ് വർഷം മുഴുവൻ ഉയർന്ന താപനില, മറ്റൊന്നത് ഉയർന്ന തോതിലുള്ള മഴ. ഇത് രണ്ടും ഏതിൻ്റെ പ്രത്യേകതകളാണ്? ഈ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകതകളാണ്. സൂര്യരശ്മികൾ വർഷം മുഴുവൻ ഏറെക്കുറെ ലംബമായി പതിക്കുന്ന മേഖലയായതുകൊണ്ടാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഭൂമിയിൽ തന്നെ ഏറ്റവും കൂടുതൽ സൂര്യരശ്മികൾ ലംബമായിട്ട് കുത്തനെ പതിക്കുന്ന, ബാക്കി എല്ലാ സ്ഥലത്തേക്കും ഒരുപാട് ദൂരം സൂര്യരശ്മികൾക്ക് സഞ്ചരിക്കണം. എന്നാൽ ഇവിടേക്ക് മാത്രം എന്താണ്, കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ സൂര്യരശ്മികൾ ലംബമായി കുത്തനെ പതിക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചൂട് കൂടുതലായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് ഉയർന്ന വായു സംവഹനത്തിനും സംവഹന മഴയ്ക്കും കാരണമാകുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പം വായു കൂടുതൽ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ചൂട് വളരെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വായു ഉയർന്ന് മേലോട്ടേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തുള്ളികളും ഈ നീരാവി ബാഷ്പീകരിച്ചിട്ട് അത് നീരാവിയായിട്ടും വെള്ളം മേലോട്ടേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് അവിടെ സംവഹന മഴയ്ക്ക് കാരണമാകുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളോട്, ഓരോ പ്രദേശത്തിൻ്റെയും അക്ഷാംശം അവിടുത്തെ പ്രത്യേകതകൾ എഴുതുമ്പോൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് അവിടെ പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പോയിൻ്റാണ് എന്തെന്ന് പറയുന്നത്, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നു എന്നുള്ളത്. ഓക്കെ, എല്ലാ ദിവസവും ഈ പറയുന്ന സംവഹനം നടക്കുകയാണ്. നല്ല ചൂട് ലഭിക്കുന്നു, ജലാശയങ്ങളിൽ നിന്ന് വെള്ളം മേലോട്ടേക്ക് പോകുന്നു, ഉച്ചയ്ക്ക് ശേഷം അത് മഴയായിട്ട് സംവഹന മഴയായിട്ട് എത്തുന്നു. അപ്പോൾ ഇതെല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. സംവഹന മഴയെക്കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തത് ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നതിനാൽ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ നിത്യഹരിത വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. അടുത്തൊരു പോയിൻ്റാണ്, ഇവിടെ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതാണ്? നിത്യഹരിത വനങ്ങളാണ്. എന്താണ് നിത്യഹരിത വനങ്ങളുടെ പ്രത്യേകത? അതായത് നല്ല ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് എന്തുണ്ടാവാറുള്ളത്? നിത്യഹരിത വനങ്ങൾ ഉണ്ടാകാറുള്ളത്. എന്താണ്
എന്താണ് നിത്യഹരിത വനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിത്യഹരിത വനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് എല്ലാ കാലത്തും അത് പച്ചപ്പോട് കൂടി നിൽക്കും. നമ്മുടെ നാട്ടിലൊക്കെയുള്ള മരങ്ങൾ അല്ലെങ്കിൽ സസ്യജാലങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ചൂടും നല്ല മഴയും ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല പച്ചപ്പിലുണ്ടായിരിക്കും. എന്നാൽ കുറച്ചും കൂടെ ഒരു ശൈത്യകാലത്തിലേക്കൊക്കെ പോകുമ്പോൾ മഴയൊന്നും അധികം കിട്ടുന്നില്ല, ചൂടൊന്നും അധികം കിട്ടുന്നില്ല. അപ്പോൾ അവ ഇലകൾ പൊഴിക്കാറുണ്ട്. അങ്ങനെ ഇലകൾ പൊഴിച്ച് കുറച്ചും കൂടെ വരണ്ടുണങ്ങാറുണ്ട് നമ്മുടെ മരങ്ങൾ. എന്നാൽ പിന്നീട് വീണ്ടും ചൂടും നല്ല മഴയൊക്കെ ലഭിക്കുമ്പോൾ വീണ്ടും അത് പച്ചപ്പിലേക്ക് തന്നെ വരാറുണ്ട്. പക്ഷേ നിത്യവും, അതായത് എപ്പോഴും, എല്ലാ സീസണിലും, എല്ലാ കാലത്തും, അതായത് നമ്മുടെ മഴക്കാലമാണെങ്കിലും ഈ പറയുന്ന വേനൽക്കാലത്താണെങ്കിലും ഈ പറയുന്ന തണുപ്പുള്ളപ്പോഴാണെങ്കിലൊക്കെ പച്ചപ്പോട് കൂടിയിട്ട് ഇലകൾ പൊഴിക്കാതെ നിൽക്കുന്ന മരങ്ങളെയാണ് നമ്മൾ, അല്ലെങ്കിൽ അത്തരം കാടുകളെയാണ് നമ്മൾ നിത്യഹരിത വനങ്ങൾ എന്ന് പറയാം. ഈ നിത്യഹരിത വനങ്ങൾക്ക് അതങ്ങനെ നിൽക്കാൻ സഹായിക്കുന്നത് എന്താണ്? നല്ല ചൂട്. ചെടികൾ വളരണമെങ്കിൽ, മരങ്ങൾ വളരണമെങ്കിൽ ചൂട് വേണ്ടേ? അപ്പോൾ ഉയർന്ന താപനില പ്ലസ് ഉയർന്ന തോതിലുള്ള മഴയും, ഇത് രണ്ടും അവിടെ ലഭിക്കുന്നതുകൊണ്ടാണ് മരങ്ങൾക്ക് ഇലയൊന്നും പൊഴിക്കാതെ നിൽക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാലാവസ്ഥാ മേഖലയായിട്ടുള്ള ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമുക്ക് മൊത്തം 8 കാലാവസ്ഥാ മേഖലകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ അടുത്ത മൺസൂൺ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കാലാവസ്ഥാ മേഖല. അപ്പോൾ ഇത് എവിടെയാണ് വരുന്നത്? ഇതിൻ്റെ അക്ഷാംശീയ സ്ഥാനം ഏതാണ്? ഇവിടുത്തെ സസ്യജന്തുജാലങ്ങൾ എന്തൊക്കെയാണ്? മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ തയ്യാറാക്കേണ്ട ഒരു രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലാവസ്ഥാ മേഖല പഠിക്കുമ്പോൾ ഈ രീതിയിൽ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും എല്ലാ പോയിന്റുകളും നമുക്ക് ചെറിയ ചെറിയ ടൈറ്റിലുകളായിട്ട് എഴുതാൻ പറ്റിയാൽ ഏറ്റവും നല്ലത്. കാലാവസ്ഥ എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് ഈ മൺസൂൺ കാലാവസ്ഥ എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ അക്ഷാംശം എന്ന്, പരീക്ഷയ്ക്ക് അക്ഷാംശം, പിന്നെ അവിടുത്തെ സസ്യജാലങ്ങൾ, പിന്നെ ജന്തുജാലങ്ങൾ, അവിടുത്തെ മഴ അല്ലെങ്കിൽ വർഷപാതം, ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ ചെറിയ ചെറിയ ഹെഡിങ്ങുകളായിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ വളരെയധികം കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ ലഭിക്കാൻ കാരണമാകുമെന്നാണ് പറയുന്നത്. നോക്കാം. അപ്പോൾ നമുക്ക് മൺസൂൺ കാലാവസ്ഥാ മേഖല നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത് മൺസൂൺ കാലാവസ്ഥാ മേഖല എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടുന്ന ഇന്ത്യയുടെ കാലാവസ്ഥാ മേഖല കൂടിയാണ് മൺസൂൺ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൺസൂൺ കാലാവസ്ഥാ മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നമുക്ക് നോക്കാം. നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ ലഭിക്കുന്നത് മുഖ്യമായും മൺസൂൺ കാലത്താണെന്ന് അറിയാമല്ലോ. നമ്മൾ മൺസൂൺ കാറ്റുകളെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് പഠിച്ച സമയത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ഇന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും മഴ പെയ്യിക്കുന്നത് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ എന്താണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമാക്കുന്നത് ഇന്ത്യയും ഇന്ത്യയുടെ കുറച്ച് അയൽ രാജ്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് രാജ്യങ്ങളും ചേരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. അതായത് ശ്രീലങ്ക വരും, ബംഗ്ലാദേശ് വരും, പാകിസ്ഥാൻ, ഇങ്ങനെയുള്ള അഫ്ഗാനിസ്ഥാൻ, ഇങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡം ആകുന്നത്. ഓക്കെ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം ആകുന്നത്. ഓക്കെ, ഇന്ത്യ ഒരു ഉപദ്വീപ് കൂടിയാണ്. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ ബംഗാൾ ഉൾക്കടൽ, ഇവിടെ ഇന്ത്യൻ മഹാസമുദ്രം, ഇവിടെ അറബിക്കടൽ, ഇങ്ങനെ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇന്ത്യ ഒരു ഉപദ്വീപാണ്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടിരുന്നെങ്കിൽ ഇന്ത്യ ഒരു ദ്വീപാകുമായിരുന്നു. അതൊക്കെ ഞാൻ എക്സ്ട്രാ പറഞ്ഞതാണ്. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയും ഇന്ത്യയുടെ സമീപ രാജ്യങ്ങളും കൂടി ചേരുന്ന ആ ഒരു പ്രദേശത്ത്, സമീപ രാജ്യങ്ങളിൽ നിന്ന് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ മാത്രമല്ല, അതല്ലാതെ ചില രാജ്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതിൽ മാലദ്വീപ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ശ്രീലങ്ക വരുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങൾ കൂടി നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി ഏതൊക്കെയാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ വരുന്ന രാജ്യങ്ങളെന്ന്. എനിവേ, അതൊക്കെ വരുന്നതാണ്. അവിടെയൊക്കെ ഈ പ്രദേശങ്ങളിലൊക്കെ മുഖ്യമായും മഴ ലഭിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മൺസൂൺ കാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് പറയുന്നത്. കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമാണ്. എന്താണ് കാലികമായിട്ട്, അല്ലേ? ഒരു സീസണിൽ, അതായത് വേനൽക്കാലത്ത്, ഉഷ്ണകാലത്ത് ഒരു ദിശയിൽ വീശുകയും ശൈത്യകാലത്ത് അതിൻ്റെ നേരെ വേറെ ദിശയിൽ വീശുകയും, അങ്ങനെ കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകളാണ്, കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകളെന്ന് നമുക്കറിയാം, അല്ലേ? ഉഷ്ണകാലത്ത്
കാലത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായിട്ടും ശൈത്യകാലത്ത് അത് എന്ത് കാറ്റുമായിട്ടാണ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുമായിട്ടാണ് വീശിയിട്ടുള്ളത് എന്നുള്ള കാര്യവും നമുക്കറിയാം. ഓക്കെ, വേനൽക്കാലത്ത് കടലിൽ നിന്നും കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്നും കടലിലേക്കും ഈ കാറ്റുകൾ ഗതിമാറ്റം സംഭവിക്കുന്നു. അതെ, നമ്മൾ പറഞ്ഞ കാര്യമാണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെ നിന്നായിരുന്നു? കടലിൽ നിന്ന് കരയിലേക്കായിരുന്നു വീശിയിരുന്നത്. ഇനി വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് എങ്ങനെയായിരുന്നു? കരയിൽ നിന്ന് കടലിലേക്കാണ് വീശിയിരുന്നത്. അപ്പോൾ ഇങ്ങനെ ദിശ മാറുന്ന ഗതിമാറ്റം സംഭവിച്ചിട്ടുള്ള കാറ്റുകളായിരുന്നു ഏതെന്ന് പറഞ്ഞിരുന്നത്? മൺസൂൺ കാറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുമുണ്ട്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുമുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി ഇവിടെ തൊട്ടിട്ടാണ് നിങ്ങൾ ഈ പാഠത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ശ്രദ്ധിക്കേണ്ടത്. മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ളത് കൊണ്ടാണ് ഈ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്. അപ്പോൾ മൺസൂൺ കാലാവസ്ഥാ മേഖല എന്നുള്ള പേര് വരാൻ കാരണം എന്താണ്? മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ളതുകൊണ്ട്. മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ള കാലാവസ്ഥാ മേഖലയാണ് ഏതെന്ന് പറയുന്നത്? മൺസൂൺ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമാണോ മൺസൂൺ അനുഭവപ്പെടുന്നത്, മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? അല്ല, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല, ലോകത്തിൽ മറ്റ് ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലാണ് ഏറ്റവും കൂടുതൽ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല, ലോകത്തിൻ്റെ വേറെ പല ഭൂഖണ്ഡങ്ങളിലെ വേറെ പല പ്രദേശങ്ങളിലും എന്തുണ്ട്? ഈ പറയുന്ന മൺസൂൺ കാലാവസ്ഥയുണ്ട്. അതാണ് ചിത്രം 2.2 നമ്മളോട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. അതുകൂടാതെ ഇവിടെ നോക്കൂ, ഈ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങൾ നോക്കൂ. അതായത് ഒന്ന് ഓസ്ട്രേലിയയുടെ ഭാഗത്തുണ്ട്, പിന്നെ നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഒരു തെക്ക് കിഴക്കൻ ഏഷ്യയുടെ ഭാഗത്തുമുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കയുടെ കുറച്ച് ഭാഗത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വടക്കേ അമേരിക്കയുടെ ഭാഗത്തായിട്ടുണ്ട്, തെക്കേ അമേരിക്കയുടെ ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല, ഈ പറയുന്ന ഓസ്ട്രേലിയ, ഏഷ്യയുടെ തെക്കൻ ഏഷ്യ, അതുപോലെ തന്നെ തെക്ക് കിഴക്കൻ ഏഷ്യ, അതുപോലെ തന്നെ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ, ഇവിടങ്ങളിലൊക്കെ എന്തുണ്ടെന്നാണ് പറയുന്നത്? ഈ പറയുന്ന മൺസൂൺ കാലാവസ്ഥ മേഖല തന്നെയാണ് ഉള്ളത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ മൺസൂൺ കാലാവസ്ഥ മേഖല വരുന്ന ഏകദേശം ഒരു സ്ഥലങ്ങൾ കൂടി ഒന്ന് നിങ്ങളൊന്ന് നോക്കി വെക്കൂ. ഞാൻ വേറൊരു മഷിപ്പാൻ എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കിത്തരാം. നോക്കൂ, മൺസൂൺ കാലാവസ്ഥ ഏതിൻ്റെയൊക്കെ ഉള്ളിലാണ്? ഏകദേശം ഈ ഒരു ഏരിയയിലാണ് അല്ലേ? ഇതിൻ്റെ ഒരു തെക്ക് ഇതുവരെയും അതുപോലെ തന്നെ വടക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇതിൻ്റെ ഇടയിലുമായിട്ടാണ് നിൽക്കുന്നത്. അതായത് ഏകദേശം ഒരു 30 ഡിഗ്രി വടക്കിനും 30 ഡിഗ്രി തെക്കിനും ഇടയിലായിട്ടാണ് നിൽക്കുന്നത്. 30 ഡിഗ്രി വടക്ക്, 30 ഡിഗ്രി തെക്ക് അക്ഷാംശങ്ങൾക്കുള്ളിലായിട്ടാണ് ആര് കിടക്കുന്നത്? നമ്മുടെ ഈ പറയുന്ന മൺസൂൺ കാലാവസ്ഥ കിടക്കുന്നത്. നോക്കുക, നമുക്ക് ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷതയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഭൂമധ്യരേഖയുടെ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖല പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0 ഡിഗ്രി അക്ഷാംശത്തിനും 10 ഡിഗ്രി വടക്കിനും 10 ഡിഗ്രി തെക്കിനും ഇടയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എവിടെയാണ് നമ്മുടെ മൺസൂൺ കാലാവസ്ഥ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30 ഡിഗ്രി വടക്കിനും 30 ഡിഗ്രി തെക്കിനും ഇടയിലാണ് ഏത് വരുന്നത്? മൺസൂൺ കാലാവസ്ഥ മേഖല വരുന്നത് എന്നുള്ള കാര്യമാണ് പറയേണ്ടത് കേട്ടോ. അതായത് ഭൂമധ്യരേഖയിലെ ചില ഭാഗങ്ങളും എവിടെയാണ്? ഭൂമധ്യരേഖയിലെ ചില ഭാഗങ്ങളും ഏത് തന്നെയാണ്? മൺസൂൺ കാലാവസ്ഥ തന്നെയാണ്. അപ്പം നമുക്ക് ഒരു സ്ഥലത്ത് ഭൂമധ്യരേഖ കടന്നു പോകുന്ന എല്ലാ സ്ഥലത്തും ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയാണെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ചില ഭാഗങ്ങൾ ഇതായിരിക്കും. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ്? ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, ഒരേപോലത്തെ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ. ചിലപ്പം ഒരു ഭൂഖണ്ഡത്തിൽ തന്നെ പല രാജ്യങ്ങൾ പല കാലാവസ്ഥ മേഖലയിൽ ഉൾപ്പെടുന്നതായിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ തെക്കേ അമേരിക്കയുടെ എല്ലാ ഭാഗവും ഈ കാലാവസ്ഥയിൽ വന്നില്ലല്ലോ, വടക്കേ അമേരിക്കയുടെ എല്ലാ ഭാഗവും വന്നില്ലല്ലോ, ആഫ്രിക്കയുടെ എല്ലാ ഭാഗവും വന്നില്ലല്ലോ അല്ലേ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഒരു വലിയ ഭൂപ്രദേശം, പക്ഷേ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല സ്ഥലത്ത് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് തന്നെ ആവണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. അപ്പോൾ മൺസൂൺ കാലാവസ്ഥയൊക്കെ എല്ലാം ഒരു സ്ഥലത്താണെന്ന് പറയാൻ പറ്റില്ല. ഏഷ്യയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കും. എല്ലാം കൂടി ഒരു സ്ഥലത്താണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ അക്ഷാംശീയ സ്ഥാനം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ.
ഇനി മൺസൂൺ കാലാവസ്ഥ, ഇനി അവിടെ നേരത്തെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവുമാണ് മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷത. അപ്പോൾ നിങ്ങൾ അവിടുത്തെ കാലാവസ്ഥയുടെ പ്രത്യേകതയായിട്ട് എഴുതേണ്ടത് എന്താണ്? ആർദ്രവും ദീർഘവുമായ വേനൽക്കാലം. അതായത് ഇവിടെ വേനൽക്കാലം കൂടുതലാണ്. ഈ വേനൽക്കാലത്തിൽ ആർദ്രമായിട്ടുള്ള വേനൽക്കാലമാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്ക് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് നമുക്കാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ജൂൺ ജൂലൈയിലൊക്കെ മഴയാണ്. ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ മഴയാണ്. ഈ മഴക്കാലം അറിയപ്പെടുന്ന പേര് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം എന്നാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ മൺസൂൺ ഉണ്ടാകുന്നത് ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളിലെ ഈ സമയത്ത് ശരിക്കും എന്താണ്? വേനൽക്കാലമാണ്. നമ്മുടെ വേനൽക്കാലത്താണ് നമുക്ക് മഴ ലഭിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ മഴ ചില ദിവസങ്ങളിൽ പെയ്യുന്നുണ്ട്, ചില ദിവസങ്ങളിൽ പെയ്യുന്നില്ല. അപ്പോൾ മഴ ഇല്ലാത്തപ്പോൾ നല്ല ചൂടല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ശരിക്കും നമ്മുടെ വേനൽക്കാലമാണ് ശരിക്കും ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന കാലം. ഈ വേനൽക്കാലത്തിൻ്റെ ഇടയിൽ, അതായത് ശരിക്കും നമുക്കൊരു മാർച്ച് മുതൽ നമുക്കൊരു ഏകദേശം സെപ്റ്റംബർ വരെ യഥാർത്ഥത്തിൽ നമുക്ക് എന്താണ്? നമ്മുടെ ഉത്തരാർദ്ധഗോളത്തിൽ താമസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് വേനൽക്കാലമാണ് യഥാർത്ഥത്തിൽ. ഓക്കെ, പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ജൂണൊക്കെ ആവുമ്പോൾ, ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ നമുക്ക് എന്ത് കിട്ടുകയാണ്? നമുക്ക് മഴ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ വേനൽക്കാലത്തിലാണ് നമ്മുടെ മഴക്കാലം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ദീർഘമുള്ള ഒരു വേനൽക്കാലമാണ് നമുക്കുള്ളത്. പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ആർദ്രമാണ്. കാര്യം മഴ കൂടി പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആർദ്രവും ദീർഘവുമായിട്ടുള്ള വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലം. നമ്മുടെ ശൈത്യകാലം, നമ്മുടെ മഞ്ഞുകാലം നമുക്ക് ചെറുതാണ്. മാത്രമല്ല അത് ഹ്രസ്വമാണ്. ഹ്രസ്വം എന്ന് പറഞ്ഞാൽ ചെറുതാണ്. മാത്രമല്ല അത് വരണ്ടതെന്ന് പറഞ്ഞാൽ എന്താ? കുറച്ചും കൂടെ ഡ്രൈ ആയിരിക്കും. നമുക്കൊക്കെ മരങ്ങളൊക്കെ വരണ്ടുണങ്ങി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും. നമ്മുടെ ശരീരം എടുത്ത് നോക്കിയാൽ നമുക്ക് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഘട്ടമായിരിക്കും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കും. എന്താണ്? മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കും. എന്താണ് ദൈനിക താപാന്തരം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ദൈനിക താപാന്തരം? ഒരു ദിവസത്തെ കൂടിയ താപനിലയിൽ നിന്ന് എന്ത് കുറക്കുക? ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില കുറക്കുക. അത് കിട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ദൈനിക താപാന്തരം കിട്ടുക. ഇത് നമ്മൾ ഇപ്പം കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് മൺസൂൺ കാലാവസ്ഥാ മേഖലയിലെ കടലിനോട് ചേർന്ന് കിടക്കുന്ന, അതായത് തീരപ്രദേശങ്ങളിൽ കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഈ ദൈനിക താപാന്തരം വളരെ കുറവായിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കൂടിയ താപനില നമുക്ക് ഒരു 35 എടുക്കാം, കുറഞ്ഞ താപനില നമുക്കൊരു 30 എടുക്കാം. അപ്പോൾ ഇവിടുത്തെ ദൈനിക താപാന്തരം എത്രയായിരിക്കും? 5 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ സാധാരണ രീതിയിൽ തീരപ്രദേശങ്ങളിൽ, അതായത് കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ദൈനിക താപാന്തരം വരാറുള്ളത്. എന്നാൽ കുറച്ചും കൂടെ ഉൾപ്രദേശങ്ങളിലേക്ക്, അതായത് തീരപ്രദേശങ്ങളിൽ നിന്ന് അകലേക്ക് പോകുമ്പോൾ, നമുക്ക് ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഡൽഹിയിലൊക്കെ ആണെങ്കിൽ പകൽ സമയത്ത് ഈ പറയുന്ന പോലെ ഒരു 38 ഡിഗ്രി താപനിലയിലേക്ക് പോകാം. രാത്രിയാവുമ്പോൾ അതിൻ്റെ താപനില ഏകദേശം ഒരു 25 അല്ലെങ്കിൽ 24 ആയിട്ട് കുറയാം. അപ്പോൾ നമുക്കിവിടെ ദൈനിക താപാന്തരം പരിശോധിച്ച് നോക്കുമ്പോൾ ഇവിടെ 13 ഡിഗ്രി സെൽഷ്യസിൻ്റെ ദൈനിക താപാന്തരമുണ്ട്. അപ്പോൾ ദൈനിക താപാന്തരം എവിടെയാണ് കുറവുണ്ടായിരിക്കുക? നമ്മുടെ തീരപ്രദേശങ്ങളിൽ, കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ. ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴെന്തായിരിക്കും? ദൈനിക താപാന്തരം കൂടുതലായിരിക്കും. കണ്ടില്ലേ, ഡൽഹിയുടെ ഒരു കണക്കാണ് ഞാൻ 13 വെച്ച് പറഞ്ഞത്. നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു കണക്കാണ് ഒരു 5 ഡിഗ്രി സെൽഷ്യസ് വെച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ദൈനിക താപാന്തരത്തിലെ വ്യത്യാസം ഉണ്ടാകുന്നത്? നമ്മൾ കടലിനോട് ചേർന്ന് കിടക്കുമ്പോൾ അവിടെ എല്ലാ ദിവസവും കടൽക്കാറ്റും ഉണ്ടാകും, കരക്കാറ്റും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് വലിയ അളവിലേക്ക് ചൂട് കൂടുകയോ വലിയ അളവിലേക്ക് ചൂട് കുറയുകയോ ചെയ്യാതെ ഇതൊരു മിതമായി നിൽക്കുന്നു. അത് വലിയ അളവിലേക്ക് ചൂട് കൂടുകയോ വലിയ അളവിലേക്ക് ചൂട് കുറയുകയോ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കടൽക്കാറ്റും കരക്കാറ്റും ഉള്ളതുകൊണ്ടാണ്. എന്നാൽ ഉൾപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ എന്താ പ്രത്യേകത? അവിടെ കടൽക്കാറ്റും കരക്കാറ്റും ഇല്ല. കാര്യം കടൽ പ്രദേശത്തല്ല അത്. അതുകൊണ്ട് ചൂട് കൂടുമ്പോൾ നല്ല ചൂടിലേക്കും ചൂട് കുറയുമ്പോൾ നല്ലോണം താഴ്ന്ന താപനിലയിലേക്കും രാത്രിയും പകലും ഇതിങ്ങനെ പോകും. മറ്റേത് രാത്രിയും പകലും എന്തുണ്ട്? കരക്കാറ്റും കടൽക്കാറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വീശിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതും
അതിൻ്റെ ഒരു നമ്മുടെ ഈ പറയുന്ന മൺസൂൺ കാലാവസ്ഥാ മേഖലയുടെ ഒരു പ്രത്യേകതയാണ്. ഇനി ഭൂപ്രകൃതി, കാറ്റിൻ്റെ ദിശ, തീരപ്രദേശത്തു നിന്നുള്ള അകലം എന്നീ ഘടകങ്ങൾക്കനുസരിച്ച് മൺസൂൺ പ്രദേശത്ത് മഴ ലഭ്യതയിലും ഏറ്റക്കുറച്ചിലുകളുണ്ട്. അപ്പോൾ മൺസൂൺ എന്ന് പറയുന്ന കാലാവസ്ഥ പ്രധാനമായിട്ടും മൺസൂൺ കാറ്റിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. മൺസൂൺ മഴയെ, ഈ കാറ്റുകൾ ഉണ്ടാക്കുന്ന മൺസൂൺ മഴയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തിൽ തന്നെ ഓരോ സ്ഥലത്തിൻ്റെയും ആകൃതി, ഓരോ സ്ഥലത്തും ഈ മൺസൂൺ കാറ്റ് ഏതൊക്കെ ദിശയിലൂടെയാണ് പോകുന്നത്, അവ എത്രത്തോളം തീരപ്രദേശത്ത് നിന്ന് അകലെയാണ്, അടുത്താണ്, ഈ ഘടകങ്ങളെല്ലാം അനുസരിച്ചിട്ട് മൺസൂൺ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ലഭ്യതയിലും എല്ലായിടത്തും ഒരുപോലെയല്ല, അതിലും ഏറ്റക്കുറച്ചിലുകളുണ്ട്. കേവലം 50 സെൻറ്റിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മുതൽ 1000 സെൻറ്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെ ഈ മേഖലയിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 50 സെൻറ്റിമീറ്റർ മാത്രം വാർഷിക മഴ, അതൊരു ഒരു വർഷം നോക്കുമ്പോൾ 50 സെൻറ്റിമീറ്റർ, ഒരു വർഷം മുഴുവൻ ലഭിക്കുന്ന മഴയാണ് നമ്മൾ വാർഷിക മഴ എന്ന് പറയാം. 50 സെൻറ്റിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മുതൽ എന്നാൽ 1000 സെൻറ്റിമീറ്ററിന് മേലെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളും ഈ പറയുന്ന മൺസൂൺ കാലാവസ്ഥാ മേഖലയിലുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ മൺസൂൺ ഒന്ന് നിങ്ങൾ നോക്കി നോക്കൂ, നമുക്ക് തീരെ മഴയില്ല. നമ്മുടെ മൺസൂണിൻ്റെ ഒരു വലിയൊരു കാലാവസ്ഥാ മാറ്റത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ യഥാർത്ഥത്തിൽ കേരളത്തിലൊക്കെ ഒരുപാട് അളവിൽ മഴ ലഭിക്കേണ്ട നമ്മൾ ഇപ്പോൾ മഴ തീരെ ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ സംവഹന മഴ ലഭിക്കാറുണ്ടോ? ഇല്ല. കാര്യം മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ അങ്ങനെ എന്താണ് സംവഹന മഴ ലഭിക്കുന്നത് എവിടെ മാത്രമാണ്? വേനൽക്കാലത്ത് നമ്മുടെ ഈ പറയുന്ന കടൽ തീരത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ്. കാര്യം അവിടെ മാത്രമല്ല ജലാശയങ്ങളുള്ളൂ, ഉയർന്ന ചൂട് ലഭിക്കുന്നുള്ളൂ. ഉൾപ്രദേശങ്ങളിൽ അങ്ങനെയൊന്നും കിട്ടാറില്ല എന്നാണ് പറയുന്നത്. അത് നമ്മുടെ മറ്റേതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ എന്നാലും നമുക്കും കിട്ടാറുണ്ട്, ചില സ്ഥലങ്ങളിൽ കിട്ടാറുണ്ട് കേട്ടോ. ഓക്കെ. ഉയർന്ന താപനിലയും മഴ ലഭ്യതയും മൂലം ഇടതൂർന്ന് വളരുന്ന സസ്യജാലങ്ങൾ ഈ മേഖലയിലെ വനങ്ങൾ നിബിഡമാക്കാൻ സഹായിക്കുന്നു. ഈ മേഖലയിൽ പൊതുവെ നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ ഈ മൺസൂൺ കാലാവസ്ഥ മേഖലയിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളുമാണ് കാണപ്പെടുന്നത്. നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും. നിത്യഹരിത വൃക്ഷങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാ സമയത്തും നല്ല ചൂടും നല്ല മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് നിത്യഹരിത വൃക്ഷങ്ങൾ, എപ്പോഴും പച്ചപ്പോട് കൂടിയിട്ട് കാണപ്പെടുന്ന മരങ്ങൾ അല്ലെങ്കിൽ കാടുകൾ ഉണ്ടായിരിക്കുക. എന്നാൽ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ട് നല്ല ചൂടും നല്ല മഴയും ലഭിക്കുമ്പോൾ പച്ചപ്പിലും, എന്നാൽ വരണ്ട കാലാവസ്ഥയായിട്ടുള്ള ശൈത്യ കാലാവസ്ഥ, തണുപ്പ് കാലാവസ്ഥയിലേക്ക് പോകുമ്പോൾ ഇലകൾ പൊഴിച്ച് പച്ചപ്പ് വരണ്ടുണങ്ങി നിൽക്കുന്ന കാലാവസ്ഥയെയാണ് നമ്മൾ ഇലപൊഴിയും വൃക്ഷങ്ങൾ എന്ന് പറയാം. ഇങ്ങനെയാണ് എന്ത് ഉള്ളത്, ഇങ്ങനത്തെ ഈ രണ്ട് തരത്തിലുള്ള നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും കാടുകളും എവിടെ കാണപ്പെടുന്നുണ്ട്? നമ്മുടെ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ കാണപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു പോയിൻ്റാണ് ഇത്. എവിടെയാണ്? നല്ല ഉയർന്ന താപനിലയും മഴ ലഭ്യതയും മൂലം ഇടതൂർന്ന് വളരുന്ന സസ്യജാലങ്ങൾ, അങ്ങനെ അതായത് നല്ല നിബിഡ വനങ്ങൾ, അവിടെ നിത്യഹരിത വൃക്ഷങ്ങളും കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഇല്ലാത്ത മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ തന്നെ ഉൾപ്പെടുന്ന മറ്റ് പ്രദേശങ്ങളിൽ ഇലപൊഴിയും വൃക്ഷങ്ങളാണ് കാണപ്പെടുന്നത്. എന്നിരുന്നാലും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ്. അധിക പ്രദേശങ്ങളിലും എന്താണുള്ളത്? ഇലപൊഴിയും കാടുകളാണ്. ഇത് രണ്ടും ഉണ്ട്, പക്ഷെ അധികവും ഉള്ളത് ഇലപൊഴിയും കാടുകളാണ്. എന്തുകൊണ്ടായിരിക്കാം? അധിക പ്രദേശങ്ങളിലും ഈ പറയുന്ന പോലെ ഉയർന്ന ചൂടും ഉയർന്ന മഴയും കിട്ടുന്ന പ്രദേശങ്ങളല്ല. അപ്പോൾ ഓരോ കാലത്തിനനുസരിച്ച് തണുപ്പ് കാലത്ത് പൊഴിക്കുന്ന കാടുകളാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ വനങ്ങളിൽ മഴ ലഭ്യതയ്ക്കനുസരിച്ച് വ്യത്യസ്ത ഇനം വൃക്ഷങ്ങൾ ഇടകലർന്ന് കാണപ്പെടുന്നു. അപ്പോൾ ഈ മൺസൂൺ കാലാവസ്ഥാ മേഖലയിലെ ഇലപൊഴിയും കാടുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. അപ്പോൾ ഞാനിവിടെ ഇപ്പോഴെ തന്നെ നിങ്ങളോട് ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞു തരാം. നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ഈ ഒരു 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും ഈ അക്ഷാംശങ്ങൾക്കിടയിൽ കിടക്കുന്ന പ്രദേശങ്ങളെ പൊതുവേ നമ്മൾ പറയാറുള്ളത് ഉഷ്ണമേഖലകൾ എന്നാണ്. ഈ ഭൂമധ്യരേഖയുടെ ഇടയിലൂടെ പോകുന്നുണ്ട് എങ്കിലും പൊതുവേ നമ്മൾ ഭൂമധ്യരേഖയുടെ ആ പ്രദേശം മാത്രം വേണമെങ്കിൽ ഒന്ന് സെപ്പറേറ്റ്, അതിനെ മാത്രം ഒന്ന് സവിശേഷമായിട്ട് എടുത്തു പറയും. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇതിനെ പറയുകയാണെങ്കിൽ ഉഷ്ണമേഖലകളാണത്. അതായത് ചൂട് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കുന്നത് ഈ പ്രദേശങ്ങൾക്കുള്ളിലാണ്. അപ്പം ഈ പ്രദേശങ്ങളിൽ ഉള്ള പ്രദേശങ്ങളെ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ എന്ന് പറയും. ഈ മേഖലയിൽ കാണപ്പെടുന്ന രാജ്യങ്ങളെ ഉഷ്ണമേഖലാ രാജ്യങ്ങളെന്ന് പറയും. മനസ്സിലാവോ? ഈ മേഖലയിൽ കാണപ്പെടുന്ന കാലാവസ്ഥയെ നമ്മൾ ഉഷ്ണമേഖലാ കാലാവസ്ഥ എന്ന് പറയും. ഈ മേഖലയിൽ കാണപ്പെടുന്ന ഇലപൊഴിയും കാടുകളെ ഉഷ്ണമേഖലാ ഇലപൊഴിയും കാടുകൾ എന്ന് പറയും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി
30 ഡിഗ്രിക്കും ഒരു 66 ഡിഗ്രി വടക്കിനും 66 ഡിഗ്രി തെക്കിനും ഇടയിലാണെങ്കിലോ അത് നമ്മൾ മറ്റൊരു പേരിലാണ് വിളിക്കുക. അതിനെ മിതോഷ്ണ മേഖലകൾ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ 30നും 66ക്കും ഇടയിൽ മിതോഷ്ണ മേഖലകൾ, ഈ 30 വടക്കിനും 30 തെക്കിനും ഇടയിൽ, അതായത് ഭൂമധ്യരേഖ കൂടി അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്, അതിനെ നമ്മൾ ഉഷ്ണമേഖലകൾ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള മൺസൂൺ കാലാവസ്ഥ സത്യത്തിൽ എന്താണ്? ഒരു ഉഷ്ണമേഖല കാലാവസ്ഥാ മേഖലയാണ് എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കൽ അനിവാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ലോകത്തിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നാണ് മൺസൂൺ മേഖല. അടുത്തൊരു പോയിന്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയ മറ്റൊരു പോയിന്റാണ്. എന്താണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങൾ, ഏറ്റവും കൂടുതൽ ആളുകളുള്ള, അതായത് ഈ ജനസാന്ദ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസംഖ്യാ വലുപ്പവും ഉണ്ട്, ജനസാന്ദ്രതയും ഉണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരികയാണെങ്കിൽ, നിങ്ങളുടെ ക്ലാസ് റൂമിനകത്ത് എന്താണ് 50 കുട്ടികളാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. മറ്റൊരു ക്ലാസ് റൂമിൽ 100 കുട്ടികളുണ്ട് എന്ന് വിചാരിക്കുക. 100 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ജനസംഖ്യാ വലുപ്പം ഏതിലാണ്? ഇത് ബി എന്ന് പറയുന്ന ക്ലാസ് റൂമിലാണ് ജനസംഖ്യാ വലുപ്പം ഏറ്റവും കൂടുതൽ കുട്ടികളുള്ളത്. എന്നാൽ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ക്ലാസ് റൂമിൽ അത്രത്തോളം ജനസംഖ്യാ വലുപ്പമില്ല. പക്ഷേ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നത് എന്താണ്? ഒരു ബെഞ്ചിൽ 6 കുട്ടികൾ വീതം ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. എന്നാൽ ഈ ബി എന്ന് പറയുന്ന ക്ലാസ് റൂമിനകത്ത് ഒരു ബെഞ്ചിൽ 5 കുട്ടികളെ ഇരിക്കുന്നുള്ളൂ. 6 കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ 5 കുട്ടികളാണ് ഇരിക്കുന്നത്. അപ്പോൾ ജനസാന്ദ്രത എവിടെയാണ് കൂടുതലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലാസ് റൂമിലാണ്. ജനസംഖ്യ വലുപ്പം കുറവാണെങ്കിലും ജനസാന്ദ്രത കൂടുതലാണ്. കാര്യം ആളുകൾ ഉള്ള പ്രദേശത്ത് കൂടുതൽ ആളുകൾ, ഒരു ചെറിയ പ്രദേശമാണെങ്കിലും അവിടെ കൂടുതൽ ആളുകളുണ്ട്. ഇവിടെ എന്താണ്? കൂടുതൽ ആളുകളുണ്ട്, പക്ഷേ ഈ ക്ലാസ് റൂം വലുതായതുകൊണ്ടായിരിക്കൂലേ അവിടെ എന്തുണ്ടായിരിക്കുക, കുറച്ച് ഒരു ബെഞ്ചിൽ 5 കുട്ടികൾ വീതം ഇരിക്കുന്നത്. ഇവിടെ ഒരു ബെഞ്ചിൽ 6 കുട്ടികൾ ഇരിക്കാനുള്ള കാരണം എന്താ? ഈ ക്ലാസ് റൂം ചെറുതാണ്, മറ്റേത് വലുതാണ്. അപ്പോൾ ഒരു ഭൂപ്രദേശത്തിൻ്റെ വലുപ്പവും ആ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ എണ്ണവും അത് നോക്കിയിട്ടാണ് നമ്മൾ ജനസാന്ദ്രത പറയുക. അപ്പോൾ പ്രദേശങ്ങളുടെ വലുപ്പം കുറവും കൂടുതൽ ആളുകളും ഉണ്ടെങ്കിൽ ജനസാന്ദ്രത കൂടുതലാണ്. പ്രദേശത്തിൻ്റെ വലുപ്പം കൂടുതലും അതിനനുസരിച്ച് അതിനേക്കാൾ മറ്റ് സ്ഥലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ, അത് നമ്മൾ സാധാരണ പറയുക, 1 കിലോമീറ്റർ എടുക്കുമ്പോൾ, ഒരു ചതുരശ്ര കിലോമീറ്റർ എടുക്കുമ്പോൾ അവിടെ എത്ര ആളുകൾ ഉണ്ട് നോക്കും. ഇപ്പോൾ കേരളത്തിലൊക്കെ ഒരു ചതുരശ്ര കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകളെ കാണാം, നമുക്ക് ചുറ്റിലും ആളുകളെ കാണാം. കാര്യം കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്, കൂടുതൽ ആളുകളുണ്ട്, 3.5 കോടി 4 കോടി ആൾക്കാരുണ്ട്. എന്നാൽ വേറൊരു സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു 5 കോടി 6 കോടിയൊക്കെ ഉള്ള, കേരളത്തിനേക്കാൾ കൂടുതൽ ജനങ്ങളുള്ള ഒരു സ്റ്റേറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ 1 കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അത്രത്തോളം ആൾക്കാരെ കാണുന്നില്ല. കാര്യം അവരുടെ സംസ്ഥാനം വലുതാണ്. അപ്പം ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് എത്ര ആളുകൾ ഉണ്ട് എന്നത് നോക്കിയിട്ടാണ് നമ്മൾ ജനസാന്ദ്രത പറയാം. അതിലേക്ക് ഞാൻ അധികം പോകുന്നില്ല. എന്തായാലും ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിലൊന്നാണ് മൺസൂൺ കാലാവസ്ഥാ മേഖല. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉയർന്ന മഴ ലഭ്യത ഉണ്ട് അവിടെ, തൊഴിലാളി ലഭ്യത, ആളുകൾ ഒരുപാടുണ്ട്, ഉയർന്ന മഴ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ നമ്മുടെ മൺസൂൺ കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാർഷിക മേഖലയായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പം നല്ല ഉയർന്ന മഴയും നല്ല ചൂടും ഒക്കെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾ കൂടുതലായിട്ട് ഇവിടെ താമസിക്കുന്നു. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തിരുന്ന തൊഴിലെന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷിയെ ആശ്രയിച്ചിട്ടാണ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ നല്ല മഴയും നല്ല ചൂടും ലഭിക്കുന്നു, കൂടുതൽ ആളുകൾ താമസിക്കുന്നു, ജോലിക്ക് വരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷി ജോലിക്ക് വരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രധാന കാർഷിക മേഖലയായിട്ട് മാറിയിട്ടുണ്ട്? നമ്മുടെ മൺസൂൺ കാലാവസ്ഥ മേഖല മാറിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? അടുത്ത നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഭാഗമാണ്. എന്താണ്? ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി തുടങ്ങിയവ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. ഈ വിളകളെ ഉഷ്ണമേഖലാ വിളകൾ എന്ന് വിളിക്കുന്നു. അതിന് കാരണം എന്താ? ഉഷ്ണമേഖല ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു. ഉഷ്ണമേഖലയിൽ കൃഷി ചെയ്യുന്ന വിളകൾ ഉഷ്ണമേഖലാ വിളകൾ. ഉഷ്ണമേഖലയിലെ കാലാവസ്ഥ ഉഷ്ണമേഖലാ കാലാവസ്ഥ, ഉഷ്ണമേഖലയിലെ രാജ്യങ്ങൾ ഉഷ്ണമേഖലാ രാജ്യങ്ങൾ. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്? ഇത് വളരെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ നെല്ല്, ഉഷ്ണമേഖലാ വിളകളായിട്ടുള്ള നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില ഒക്കെ, കാപ്പിയൊക്കെ കൃഷി ചെയ്യുന്നു. ഇനി ഉഷ്ണമേഖലാ വിളകളുടെ പ്രത്യേകത എന്തായിരിക്കാം?
ഇവയ്ക്കൊക്കെ നല്ലോണം ചൂടും ആവശ്യമാണ്, നല്ലോണം തണുപ്പും നല്ലോണം മഴയും ആവശ്യമാണ്. ഇപ്പം നെല്ലാണെങ്കിലും ഈ പറഞ്ഞ വിളകളാണെങ്കിലൊക്കെ ഉഷ്ണമേഖലാ വിളകളെന്ന് വിളിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവയ്ക്ക് നല്ലോണം മഴയും ലഭിക്കണം, നല്ലോണം ചൂടും ലഭിക്കണം. അതുകൊണ്ടാണ് ഇത് ഉഷ്ണമേഖലകളിൽ ഇത് വളരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി തീവ്ര ഉപജീവന കൃഷിയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത്. അപൂർവം പ്രദേശങ്ങളിൽ പ്രാചീന ഉപജീവന കൃഷി രീതിയായ സ്ഥാനമാറ്റ കൃഷിയും നിലവിലുണ്ട്. തീവ്ര ഉപജീവന കൃഷി എന്ന് പറഞ്ഞാൽ ആളുകൾ സാധാരണ രീതിയിൽ കൃഷി ചെയ്യുന്ന രൂപത്തിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നതെന്നാണ് അർത്ഥമുള്ളത്. ഇനി ചില പ്രദേശങ്ങളിൽ എന്താണ് സ്ഥാനമാറ്റ കൃഷിയുണ്ട്. സ്ഥാനമാറ്റ കൃഷി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ? ഈ പഴയ കാലത്ത്, പ്രാചീന കാലത്തിലൊക്കെ, പണ്ട് കാലത്ത് ആളുകൾ കാടുകളിലാണ് താമസിച്ചിരുന്നത്. ഈ കാടുകളിൽ താമസിക്കുന്ന സമയത്ത് ആളുകൾക്ക് കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് കൃഷി ചെയ്യാനായിട്ട് ലഭിക്കാറുള്ളൂ. അപ്പോൾ അവരവിടെ എന്തെങ്കിലും ഒരു കൃഷി അവർ ചെയ്യും. എന്നിട്ട് ഈ ചെയ്ത വിളവ് എടുത്താൽ ഉടനെ തന്നെ അവർ ആ സ്ഥലത്ത് അവിടുത്തെ മണ്ണ് വീണ്ടും ഒന്ന് എന്ത് ചെയ്യുക, അതേ മണ്ണിൽ തന്നെ അവർ വേറെ ഏതെങ്കിലും വിള കൃഷി ചെയ്യും. എന്നിട്ട് അതും വിളവെടുത്ത് കഴിഞ്ഞാൽ അത് വിളവെടുത്താൽ ഉടനെ തന്നെ അവർ അടുത്ത ഒരു കൃഷി ചെയ്യും. അവിടെ തന്നെ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യും. അങ്ങനെ ഒരു പ്രദേശത്തെ മാത്രം നിങ്ങൾ ആ പ്രദേശത്ത് പല പല സാധനങ്ങൾ, ഒന്ന് വിളവെടുത്തതിന് ശേഷം മറ്റൊന്ന്, ചിലപ്പോൾ കഴിഞ്ഞ വിളവെടുത്തത് അതിൻ്റെ ഇതൊക്കെ സാധനങ്ങളൊക്കെ അതിൽ തന്നെ ഇട്ടിട്ട് അതിൽ തന്നെ നമ്മൾ അടുത്തൊന്ന് കൃഷി ചെയ്യുന്നു. അങ്ങനെ മാക്സിമം പരമാവധി ഈ പ്രദേശത്തെ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത ഉപയോഗിച്ചെടുക്കുന്നു. അങ്ങനെ പരമാവധി ഈ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത ഉപയോഗിച്ചെടുത്ത് എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്തിട്ട് അതിൻ്റെ ഫലഭൂഷ്ഠത കഴിയണവരെ ആ പ്രദേശത്ത് കൃഷി ചെയ്യുന്നു. അങ്ങനെ ആ ഫലഭൂഷ്ഠത കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവരുടെ താമസമൊക്കെ മാറ്റിയിട്ട് അവർ വേറൊരു ഭൂമിയിലേക്ക് പോകും. എന്നിട്ട് അവിടെ ഇതുപോലെ ഓരോന്നായിട്ട് കൃഷി ചെയ്യും. എന്നിട്ട് പരമാവധി ഈ ഭൂമിയുടെ ഫലഭൂഷ്ഠത കഴിയുന്നവരെ അവിടെ കൃഷി ചെയ്യും. എന്നിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറും. ഇങ്ങനെ ഒരു സ്ഥലങ്ങൾ കുറവും കൃഷി ചെയ്യാൻ സ്ഥലങ്ങൾ കുറവുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടി ഇതാണ്. അവരുടെ താമസം ഇതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി പോകും. ഇതിനെ നമ്മൾ സ്ഥാനമാറ്റ കൃഷിക്ക് മൺസൂൺ മേഖലയിൽ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ അതിനെ വിളിക്കാറുള്ളത് ജൂം എന്നാണ്. ജൂം കൃഷി എന്നാണ്. ഈ സ്ഥാനമാറ്റ കൃഷിയെ വിളിക്കുന്ന മറ്റൊരു പേര് ജൂമാണ്. അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ മെക്സിക്കോയുടെ അവിടെയൊക്കെ മിൽപ്പ എന്നാണ് വിളിക്കാറുള്ളത്. മിൽപ്പ. പിന്നെ നമ്മുടെ പൊതുവെ ഇത് സ്ലാഷ് ആൻഡ് ബേൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സ്ലാഷ് ആൻഡ് ബേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സാധനം കൃഷി ചെയ്തിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ തന്നെ ഇട്ട് കത്തിച്ച് അത് ആ മണ്ണിൽ തന്നെ ഇട്ട് കത്തിച്ച് വേറെ എന്തോ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പച്ചക്കറി ചെയ്തെങ്കിൽ പിന്നെ ഇനി അവിടെ വേറെ ഒരു നെല്ല് ചെയ്യും, പിന്നെ അതിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ തന്നെ കത്തിച്ചിട്ട് വേറെ ഏതെങ്കിലും തരം കൃഷി ചെയ്യും. അങ്ങനെ എത്രത്തോളം ആ മണ്ണിൻ്റെ ഫലഭൂഷ്ഠത എടുക്കാൻ പറ്റും അത്രത്തോളം എടുക്കുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ പൊതുവെ ഇന്ത്യയിൽ ഇത് ജൂം കൾട്ടിവേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. മെക്സിക്കോയിലൊക്കെ മിൽപ്പ എന്നറിയപ്പെടാറുണ്ട്. ബ്രസീലിലൊക്കെ റോക്ക എന്ന പേരിൽ അറിയപ്പെടും. അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. പൊതുവേ ഇതിനെ സ്ഥാനമാറ്റ കൃഷി എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ സ്ഥാനമാറ്റ കൃഷിയാണ് ഇവിടെ ചെയ്യാറുള്ളത്. മഴ ലഭ്യതയിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് സസ്യജാലങ്ങളുടെ ഇനം, വൈവിധ്യം, ഉയരം എന്നിവയിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. ജന്തുജാലങ്ങളിലും ഈ വൈവിധ്യം കാണുന്നുണ്ട്. അപ്പോൾ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ നിങ്ങൾക്ക് ജന്തുജാലങ്ങളെ പറ്റിയിട്ട് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത് സസ്യജാലങ്ങളാണ്. അതിൽ തന്നെ ഈ മഴ ലഭ്യത, അതായത് നമ്മൾ പറഞ്ഞു 50 സെൻറ്റിമീറ്റർ മുതൽ 1000 സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങൾ ഇവിടെ ഉണ്ട് എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന സ്ഥലത്ത് മരങ്ങളുടെ വലുപ്പം വ്യത്യാസമായിരിക്കും. മഴ കുറവ് കിട്ടുന്ന സ്ഥലങ്ങളിൽ മരങ്ങളുടെ വലുപ്പം വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അതായത് നല്ല മഴ കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ നല്ല ഉയരമുള്ള മരങ്ങൾ ഉണ്ടാവുക. എന്നാൽ തീരെ മഴ കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഉയരമാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെ മഴ കൂടുതലുള്ള സ്ഥലത്ത് ഉണ്ടാകുന്ന സസ്യജാലങ്ങളായിരിക്കില്ല മഴ കുറവുള്ള സ്ഥലത്ത് ഉണ്ടായിരിക്കുക. അങ്ങനെയൊക്കെയുള്ള കുറേ വ്യത്യാസങ്ങൾ കൂടി ഇവിടെയുണ്ട്. ജന്തുജാലങ്ങളിലും വൈവിധ്യം പ്രകടമാണ്. അപ്പം മൺസൂൺ കാലാവസ്ഥ മേഖല നമുക്ക് ചുരുക്കത്തിൽ ഒരു ഉഷ്ണമേഖലാ കാലാവസ്ഥാ മേഖലയാണെന്നും ബാക്കി അതിൻ്റെ പോയിന്റുകളൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയും അതുപോലെ തന്നെ ഉഷ്ണമേഖലാ കാലാവസ്ഥാ മേഖലയും നോക്കി. ഇനി 6 കാലാവസ്ഥാ മേഖല കൂടിയാണ് പറയാനുള്ളത്. കുറച്ചും കൂടെ വേഗത്തിൽ നമുക്ക് എല്ലാവരും പറഞ്ഞു പോകാം. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പോഴേ തന്നെ.